ഹായ് ഗായ്സ് വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ചോയ്സ് ഫില്ലിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നോക്കുന്നത്. ചോയ്സ് ഫില്ലിങ് ബാക്കി ലോക്കിങ് അതൊക്കെ എങ്ങനെയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലർ രജിസ്റ്റർ ചെയ്തവരാവും, രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കറൻറ്റ്ലി ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സൈറ്റ് ഓപ്പൺ അല്ല. ഇന്നലെ ഇരുന്ന് MCC പറഞ്ഞ ഡേറ്റ് ഉണ്ടായിരുന്നത്, പക്ഷേ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നാളെ 12 മണിക്ക് ശേഷം ആക്കിയിരിക്കണം. ഇത് ഏകദേശം MCC ഒരു PDF അപ്ലോഡ് ചെയ്തിരുന്ന് അതിൽ ഇമേജ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാം പേ രജിസ്ട്രേഷൻ ഫീ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫീ പേ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ പിന്നെ ഫീ പേ ചെയ്യേണ്ടി വരും. കാൻഡിഡേറ്റിൻ്റെ പ്രൊഫൈൽ ഇത്രയും കാര്യങ്ങളാണ് സൈറ്റിൽ അവൈലബിൾ ആവുക. ചോയ്സ് ഫില്ലിംഗ്, ചോയ്സ് ലോക്കിംഗ്. നിങ്ങൾക്ക് ഇതാ 466 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഒന്നും ഇങ്ങനെയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സൈറ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇങ്ങനെയും ഉണ്ടാവുക. ഇത്രയും ചോയ്സസ് ഉണ്ട്. നിങ്ങളിതുവരെ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. അൺഫിൽറ്റേർഡ് ചോയ്സ് അൺലോക്ക്ഡ് ആണ്, ഇതുവരെ ലോക്കും ചെയ്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വിത്തൗട്ട് രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ചോയ്സ് ഫില്ലിംഗ് ഇസ് നോട്ട് അലൗഡ്. അപ്പോൾ എന്താ പറയുക, രജിസ്ട്രേഷൻ ഫീ പേ ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചോയ്സ് ലോക്കിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ബാക്കി കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തവരാണെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സാണ് ഇത് പറയുന്നത്. നാളെ 12 മണിക്ക് ശേഷം തുടങ്ങുന്ന പ്രൊസീജിയേഴ്സാണ്. ഓൾറെഡി പേ ചെയ്തവരാണെങ്കിൽ ഇനി ബാക്കി ചോയ്സ് ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റിൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത്രയാണ് വരുന്നത്. ഡീംഡ് നമ്മൾ ഓൾറെഡി ചാനലിൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് SC ST OBC ഒക്കെ ആണെങ്കിൽ 5500, മറ്റവരാണെങ്കിൽ ഏകദേശം 11,000, ഡീംഡ് ആണെങ്കിൽ 2,05,000 ഒക്കെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പേയ്മെൻറ്റ് എത്ര വെച്ചാൽ അത്ര നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ്, പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റിൽ എനിക്ക് പ്രത്യേകം പറയാൽ I agree കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റിൽ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഇനി എവിടെയും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ക്യാഷ് റീഫണ്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ റീഫണ്ട് കിട്ടുമ്പോൾ അത്രയും നല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പരമാവധി നിങ്ങൾ പേ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളൊരു അക്ഷയെന്നോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേന്നൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ചെയ്യാണ്ട് പരമാവധി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് നടത്താൻ നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ദ അവൈലബിൾ ചോയ്സസ്, അത് ഒന്നുകൂടി കാണിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളുടെ ബാക്കി നിങ്ങൾ ഫീ ഒക്കെ പേ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിലിതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രോഗ്രാം, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പിൽ എന്തൊക്കെ വരികയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോൾ നിങ്ങളുടെ കോളേജസ് എന്ന് വെച്ചാൽ ജിപ്മർ, എയിംസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പ്രോഗ്രാം എന്ന് പറയുന്നത് MBBS, BDS, BSc നഴ്സിംഗ്. ഈ മൂന്നിനാണല്ലോ ഇപ്പോൾ കറൻറ്റ്ലി അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് MBBS, BDS, BSc നഴ്സിംഗ്. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് പ്രോഗ്രാമിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ കൊല്ലം പറയുന്നത് ഇങ്ങനെ ഒരു ഫിൽട്ടർ ചെയ്യുക ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഫിൽട്ടർ ചെയ്യാൻ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്രസ്സ് വരുന്നുണ്ടായിരുന്നു. പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നിരുന്നു. അങ്ങനെ ചെയ്താൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിമോ പ്രോഗ്രാമോ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം കഴിഞ്ഞ കൊല്ലം അങ്ങനെയല്ല, കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. പിന്നെ ഈ ടിക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് നിങ്ങൾ ടിക്ക് ഇട്ടാൽ ഇതാണ് നിങ്ങളുടെ ലിസ്റ്റ്. അപ്പോൾ ഇതിന് മുന്നേ പറയുന്നത് പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് അവൈലബിൾ ചോയ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊക്കെ അക്ഷയ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പോയിട്ട് പ്രിൻ്റ് എടുത്ത് വരാം. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ 466 കോളേജല്ല, അപ്പോൾ 466 കോളേജിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് എടുത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് സാവധാനം വീട്ടിൽ ഇരുന്നിട്ട് ഫസ്റ്റ് ഏതാ കൊടുക്കുന്നത്, സെക്കൻഡ് ഏതാ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ആ പേപ്പറിൽ മാർക്ക് ചെയ്യുക. ഇതെന്താ വെച്ചാൽ ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. ഇത് കൊടുക്കണോ, ഇനി അത് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്തതാണോ, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരുന്നതുകൊണ്ട് നിങ്ങളൊരു നല്ലത് പറയുന്നത് പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് അവൈലബിൾ ചോയ്സസ്. അപ്പോൾ എത്ര കോളേജസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ പ്രിൻ്റ് എടുത്തേക്ക് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റിന് എയിംസ് ഡൽഹിയാണ് കൊടുക്കുന്നത്, സെക്കൻഡിനാണ് എയിംസ് വേറെ എവിടെയാണ് കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ ജിപ്മറാണ് കൊടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ ഫസ്റ്റ് റെഡിയാക്കാൻ നോക്കുക. ഇനി അങ്ങനെ ഒരു പ്രയോറിറ്റി ഓർഡർ ഇല്ലാത്തവരാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ചാനലിൽ തമിഴ്നാട്, കർണാടക, കേരളത്തിലത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെയും വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് അവൈലബിൾ ചോയ്സ് ചെയ്യുക. ഓക്കെ, ഇത്രയും മനസ്സിലായി വിചാരിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് കോളേജസിന് ഒന്ന് പ്രിൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് നിങ്ങളൊരു പ്രയോറിറ്റി ഓർഡർ റെഡിയാക്കി. ഇനി പ്രയോറിറ്റി ഓർഡർ ഇല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ അവരുടെയൊക്കെ ഒപ്പീനിയൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു പ്രയോറിറ്റി ഓർഡർ റെഡിയാക്കി വെക്കുക. അപ്പോൾ നാളെ 12 മണിക്ക് ശേഷം സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പോയിട്ട് ഒരു പ്രയോറിറ്റി ഓർഡർ ഫസ്റ്റ് ദിവസം തന്നെ കൊടുത്ത് തീർക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിന് അത്യാവശ്യം ദിവസമുണ്ട്. അപ്പോൾ മെല്ലെ ഓരോ സ്റ്റേറ്റിൻ്റെതാണോ അല്ലെങ്കിൽ ആദ്യം എയിംസുകൾ ഫുള്ള് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ ശേഷം
ജിപ്മർ കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ജിപ്മർ കൊടുക്കുക ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ജിപ്മർ കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഒരു MCC ഇതാക്കുന്ന ഒരു സേഫ്റ്റി മെത്തേഡാണ്. നിങ്ങൾ എന്തിന് ചോയ്സ് ഫില്ലിങ്ങിനാണെങ്കിലും എന്തിന് കയറുമ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് എല്ലാവർക്കും അറിയുണ്ടാവും. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരാണ്ട്. അപ്പോൾ സെൻഡ് OTP കൊടുക്കുക. സെൻഡ് OTP കൊടുത്തിട്ട് വാലിഡേറ്റ് OTP ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ഓപ്പൺ ആയാൽ ഇങ്ങനെയാണ് വരിക. ഇതിലിപ്പോൾ നമ്മൾ നോക്കാതെന്ന് വെച്ചാൽ സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. യുവർ കറൻറ്റ് സെഷൻ വിൽ ബി എക്സ്പയർഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇതാ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, പ്രോഗ്രാം നെയിം, കോട്ട, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം, പ്രോഗ്രാം നെയിം, കോട്ട, ചോയ്സ് നമ്പർ. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ സൈഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വരിക. ഇവിടെ കോളേജസിൻ്റെ ലിസ്റ്റ് 1, 2, 3 കുറേ കോളേജസിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എയിംസ് ഡൽഹിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കൊടുക്കാനാണ്? ഫസ്റ്റ് എയിംസ് ഡൽഹി കൊടുക്കാനാണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഏഡ് കൊടുക്കുക. ആഡ് കൊടുത്താൽ എയിംസ് ഡൽഹി ഇവിടെ വരും. അത് നിങ്ങളുടെ ചോയ്സ് 1 ആയി. ഓക്കെ, മനസ്സിലായി വിചാരിക്കണേ. അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ ചോയ്സ് 1 ആയി. ഇനി അടുത്ത രണ്ടാമത് ഇവിടെ എയിംസ് അല്ല ജിപ്മറാണ്. ഈ ജിപ്മറിൻ്റെ രണ്ടാമത്തെ കൊടുക്കേണ്ടത്. അപ്പോൾ ആഡ് കൊടുക്കുക, അത് ഇവിടെ വരും. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യണോ? വേണ്ട. ഇവിടെ ജസ്റ്റ് നിങ്ങളൊരു ആഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഓക്കെ, ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, എനിക്ക് എയിംസ് ഡൽഹി രണ്ടാമത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ജിപ്മറിനോടാണ്, പലർക്കും അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ജിപ്മറിനോട് താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ ജിപ്മറാണ് ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അപ്പ് എന്ന് കൊടുത്താൽ ജിപ്മർ മുകളിലേക്ക് വരും, എയിംസ് താഴത്തേക്ക് പോകും. ഇനി അതല്ല എന്ത് കൊടുക്കുക, എയിംസിൻ്റെ താഴത്തേക്ക് കൊണ്ട് ഇത് ഡൗൺ എന്ന് കൊടുത്താൽ എന്ത് ചെയ്യും, ജിപ്മർ മുകളിലേക്ക് പോകും. അങ്ങനെ അപ്പ് ഡൗൺ. ഇപ്പോൾ നിങ്ങൾ ഇത് ചോയ്സ് നമ്പർ 1, 2, 3. നിങ്ങൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും മുകളിൽ കൊണ്ടുപോകണം. നിങ്ങൾക്ക് മൂന്നാമതല്ലാതെ നിങ്ങൾക്ക് ഫസ്റ്റ് കൊടുക്കാണ് താല്പര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ അപ്പ് നോക്കുമ്പോൾ രണ്ടാമത് വരും. ഈ മൂന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത് വരും. വീണ്ടും അപ്പ് എന്ന് കൊടുത്താൽ ഒന്നാമത് വരും. ഓക്കെ, ഇനി അതേപോലെ താഴത്തേക്കാണെങ്കിൽ താഴത്തേക്കാക്കുക. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നണം ഈ ഓപ്ഷൻ കൊടുക്കണ്ട, ഈ ഒരു ഭാഗത്ത് വേണ്ടതാണെങ്കിൽ റിമൂവ് അടിച്ചാൽ അവിടുന്ന് ഓപ്ഷൻ പോകും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ആഡ് അമർത്തിയാൽ കോളേജ് ഇവിടെ വരും. ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാം നെയിം കൊണ്ട് MBBS, BDS, BSc നഴ്സിംഗ്, കോട്ട പറയണം. ഓപ്പൺ കോട്ട ഉണ്ട്, അതുപോലെ MCCയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പിനനുസരിച്ച് മാറുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ ഓപ്ഷനാണ്. ഓക്കെ, അതായത് ഇതിൽ കണ്ടോ ഫ്രീ ടെക്സ്റ്റ് സെർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കഴിഞ്ഞ ഇയർ ഇങ്ങനെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് എപ്പോഴും നോക്കട്ടോ. കാരണം ഏകദേശം 466ഓളം കോളേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കോളേജിൻ്റെയും കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല എന്ന് വെച്ചാൽ അത് ഓട്ടോണമസ് ആണോ അല്ലെങ്കിൽ ഡീംഡ് ആണോ, നിങ്ങൾക്ക് പേര് കണ്ടാൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയോ ഇല്ല. അപ്പോൾ പരമാവധി ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഇവിടെ എന്ത് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പും ടിക്കറ്റ് വെക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു ബ്ലൂ കളർ വരും, അവിടെ ടിക്കറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കോളേജിൻ്റെ നെയിം കാട്ടുമ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ എന്താ പറയുക, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് കോഴിക്കോട്, അതിൻ്റെ ലൊക്കേഷൻ, അങ്ങനെ ഫുൾ അഡ്രസ്സ്, അതിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സ് ഉള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സ് കൊടുത്താൽ നിങ്ങളുടെ കോളേജിൻ്റെ പേരും കോളേജിൻ്റെ അഡ്രസ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ്, ഇനി ഓട്ടോണമസ് ആണെങ്കിൽ ഓട്ടോണമസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഡീംഡ് ആണെങ്കിൽ ഡീംഡ്. ചിലവർ ഇതൊന്നും കൊടുക്കില്ല, എന്ത് ചെയ്യും, ഇതൊന്നും ടിക്ക് കൊടുക്കില്ല, ജസ്റ്റ് കോളേജ് മാത്രം നോക്കും, എന്നിട്ട് അമർത്തും. എന്ത് ചെയ്യും, ജസ്റ്റ് അങ്ങോട്ട് കോളേജ് മാത്രം നോക്കിയിട്ട് അത് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ആ കോളേജ് ഇവിടെ വരും. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഡീംഡ് ആണോ നോക്കിയിരിക്കണോ ഇല്ല. അപ്പോൾ ഡീംഡ് ആണോ നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ലാസ്റ്റ് അവിടെ കോളേജ് കിട്ടിയിട്ട് ഫസ്റ്റ് ഓപ്ഷന് ഡീംഡ് കൊടുത്തിട്ട് പെടാൻ നിൽക്കണോ. അപ്പോൾ അത് പരമാവധി നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്രസ്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പും ടിക്കറ്റ് ഒക്കെ നോക്കുക. ഓക്കെ, അത് മനസ്സിലായി വിചാരിക്കണേ. അപ്പോൾ ഇത്രയാണ് ചോയ്സ് ഫില്ലിങ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത്ര കോളേജസ് മാത്രം കൊടുത്താൽ മതി എന്നോ ലിമിറ്റോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫുൾ ചോയ്സ് കൊടുക്കണമെങ്കിൽ ഫുൾ ചോയ്സ് കൊടുക്കാം. MBBSൻ്റെ ഫുൾ ചോയ്സ് ആണെങ്കിൽ MBBS ഉണ്ട്, BDS ഉണ്ട്, BSc നഴ്സിംഗ് ഉണ്ട്. ഇനി എനിക്ക് BDSും BSc നഴ്സിംഗ് കൊടുക്കണ്ട നിങ്ങളുടെ ഇഷ്ടം. ഇനി അതല്ല എനിക്ക് MBBS കൊടുക്കണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ സ്കോറിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുമല്ലേ നോക്കണ്ട. എപ്പോഴും നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് നിങ്ങളുടെ ഇഷ്ടമുള്ള ഓപ്ഷനിൽ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കാൻ നോക്കുക. കാരണം എപ്പോഴും പ്രിഫറൻസ് ഓർഡറിൽ ഫസ്റ്റത്തെ കോളേജ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടാമത് പോവുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഞാൻ 15ാമത്തെ BDS കൊടുത്ത് അപ്പോൾ എനിക്ക് ഇനി ഫസ്റ്റ് BDS അല്ലേ കിട്ടുക. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾ ഫസ്റ്റ് MBBS കൊടുത്തിട്ടുണ്ടല്ലോ, MBBS ഒക്കെ ഫുള്ള് നോക്കി വന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് എവിടേക്ക് പോവുള്ളൂ, BDSക്ക് പോവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി വിചാരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഇത് ഞാൻ പറയാൻ വിട്ടുപോയി, യുവർ കറൻറ്റ് സെഷൻ വിൽ ബി എക്സ്പയർഡ്. ഇതെന്ന് വെച്ചാൽ ഇവിടെ ഓരോന്നും നിങ്ങൾ ആഡ് ചെയ്ത് പഠിപ്പിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ 3 ആഡ് ചെയ്ത് 1, 2, 3 ആഡ് ചെയ്ത് നിങ്ങൾ ഈ ഓപ്ഷൻ കണ്ട സേവ് ആൻഡ് കണ്ടിന്യൂ അമർത്താതെ അത് സേവ് ആവില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ വെറുതെ കുറേ ആഡ് ചെയ്ത് സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് വെറുതെ കുറേ ആഡ് ചെയ്ത് ഇത് ആഡ് ചെയ്ത് ഒക്കെ ഇവിടെ വന്ന് 4 കോളേജസ് ഇവിടെ വന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ബാക്ക് അടിച്ച് പോയി ഒന്നും ആവില്ല. തിരിച്ച് വന്ന് അതേപോലെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ക്ലിക്ക് ചെയ്ത് ഇത് ഒന്നെങ്കിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, യുവർ കറൻറ്റ് സെഷൻ വിൽ ബി എക്സ്പയർഡ് വിത്തിൻ ആ ടൈം തീരണം പോലെ. അപ്പോൾ ഇത്ര 1,
ഞാൻ പറയുകയാണെങ്കിൽ ഇതാ 1 2 3 4 ഇത്രയും സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ. അപ്പോൾ ഒറ്റയടിക്ക് 4 സേവ് ആയി. ഈ സേവ് ചെയ്ത് വിചാരിച്ച് ലോക്ക് ചെയ്തെന്നല്ല കേട്ടോ അർത്ഥം. സേവ് എന്ന് വെച്ചാൽ അത് നിങ്ങളവിടെ സേവ് ആയി കിടക്കാനാണ്. ലോക്കിംഗ് ഓപ്ഷൻ പിന്നീടാണ്. ഈ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് വെച്ചാൽ ലോക്കിംഗ് അല്ല കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ഇത്രയാണ് ഓപ്ഷൻസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഇതിൽ ഇതാ ഇങ്ങനെ ഡു യു വാണ്ട് ടു സേവ് ചേഞ്ചസ് ഇൻ ചോയ്സ് ഓക്കെ അങ്ങനെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ വരും. റിമൂവ് അപ്പ് ഡൗൺ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഇതിൽ ഇത്രയാണ് കറൻ്റ്ലി ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ല ചോയ്സ് ഫില്ലിംഗ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ചോയ്സ് ലോക്കിംഗ്. അപ്പോൾ വ്യൂ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ഏകദേശം ലാസ്റ്റ് ഡേറ്റ് നിങ്ങളുടെ ചോയ്സ് ലോക്കിങ്ങിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കുട്ടി ഇതാ 108 ഓപ്ഷൻസാണ്. റൗണ്ട് 1 ആ കുട്ടി ചോയ്സ് ഫില്ല് ചെയ്തേക്കണേ അൺലോക്ക്ഡ് ആണ്. കറൻ്റ്ലി ഇപ്പോൾ സാധനങ്ങൾ അൺലോക്ക്ഡ് ആണ്. ഇവിടെയൊക്കെ എന്തുണ്ടാവും നിങ്ങൾ ഫില്ല് ചെയ്ത ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, പ്രിൻറ്റ് ലിസ്റ്റ് ഓഫ് അൺലോക്ക്ഡ് ഫിൽ ചോയ്സ്. നിങ്ങൾ എന്താ പറയുക സെലക്ട് ചെയ്ത ഓപ്ഷൻസിന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാം. ഇനി വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, ഇനി ഇതാ വ്യൂ ഫിൽഡ് ചോയ്സ്. ഇനി അടുത്ത ചോയ്സ് ലോക്കിങ്ങിൻ്റെ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ചോയ്സ് ലോക്കിങ് നോക്കുമ്പോൾ ഇതാ ചോയ്സ് ലോക്കിങ് എടുത്ത് ചോയ്സ് ലോക്കിങ്ങിൽ ഇതാദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചോയ്സ് ലോക്കിൽ ഞാൻ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പുകൾ ഇതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് അതിൽ ജവഹർലാൽ നെഹ്റു എന്ന് ജിപ്മർ വരുന്നുണ്ട്, BSc നഴ്സിംഗ് ന്യൂറ്റ് UG, സെൻട്രൽ യൂണിവേഴ്സിറ്റി, എംപ്ലോയീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഓൾ ഇന്ത്യ എക്സെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൽ എയിംസ് ആണ്. ഈ ഓൾ ഇന്ത്യ എക്സെപ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ മറ്റേ നമ്മളുടെ ബാക്കി ഗവൺമെൻറ് കോളേജസ് പിന്നെ ഇതാ സെൻട്രൽ യൂണിവേഴ്സിറ്റി, BSc നഴ്സിംഗ് ഇതിനനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഇതാക്കുക. അതിലൊരിക്കലും ഫസ്റ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി പോയി സെലക്ട് ചെയ്യരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും ആദ്യത്തിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. ഡീംഡ് യൂണിവേഴ്സിറ്റി ആദ്യം പോയിട്ട് സെലക്ട് ചെയ്തത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി ഒക്കെ ഫസ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. കാരണം അവിടെ കട്ട് ഓഫ് ഇതൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ കിട്ടി അത്രയും വലിയൊരു എമൗണ്ട് കൊടുത്ത് പഠിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് മിസ്സാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കൊടുക്കാതിരിക്കുക, ലാസ്റ്റ് കൊടുക്കുക. ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാ നിങ്ങൾക്ക് ഐ എഗ്രി ടു ലോക്ക് മൈ ചോയ്സ് ലോക്ക് ചെയ്യണമെങ്കിൽ ആ ടൈമിൽ ഇപ്പോൾ തന്നെ അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ 6-ാം തീയതി അല്ല 8-ാം തീയതി മുതൽ 13-ാം തീയതി വരെ തോന്നണം കറക്റ്റ് ചോയ്സ് ഫില്ലിങ്ങിൻ്റെ ടൈമിൽ സാവധാനം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ ചോയ്സൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ലോക്കിംഗ് ടൈമിൽ എന്ത് ചെയ്യുക, ഐ എഗ്രി ടു ലോക്ക് മൈ ചോയ്സിനും കൊടുക്കുക. അങ്ങനെ ചോയ്സ് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക. ഓക്കെ, യെസ് ലോക്കിംഗ് കൊടുക്കുക. ബാക്കി നിങ്ങളുടെ OTP എന്തിനും എല്ലാ പ്രൊസീജിയേഴ്സിനും നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരേണ്ട. അപ്പോൾ അതിൽ എപ്പോഴും റീചാർജ് ചെയ്ത് വെക്കുക OTP. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുക. ലോക്ക് ചോയ്സസ്. അങ്ങനെ നിങ്ങളുടെ ചോയ്സ് എന്തായി, ലോക്കായി. ഓക്കെ, അപ്പോൾ അതാ കറൻ്റ് ഇപ്പോൾ നേരത്തെ ഇവിടെ എന്തായിരുന്നു അൺലോക്ക്ഡ് നേരുന്നു, ഇപ്പോൾ ഇവിടെ ലോക്ക്ഡായി. ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഇതാ പ്രിൻറ്റ് ലോക്ക്ഡ് ചോയ്സ്. നേരത്തെ ഇവിടെ അൺലോക്ക്ഡ് നേരുന്നു, ഇനി നിങ്ങൾക്ക് ആ ലോക്ക് ചെയ്ത ചോയ്സ് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ അത് നടക്കണേ അനുസരിച്ച് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കറൻ്റ് നാളെ 12 മണിക്ക് ശേഷം മാത്രമേ ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത്രയും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ MCC NEET 2020 കൗൺസിലിൻ്റെ മിക്ക എല്ലാ ഡീറ്റെയിൽസും അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. താങ്ക് യു.